പുലർച്ചെ 4 മണിക്ക് മഴ തകൃതിയായി പെയ്തതിൻ്റെ ബാക്കി പത്രമാണ് ഈ കാണുന്ന വെള്ളക്കെട്ട്. ഈ സ്ഥലം മിക്കവർക്കും സുപരിചിതമായ സ്ഥലമാണെന്നറിയായിരിക്കും. നമ്മുടെ കൊല്ലം കൊട്ടിയത്തെ സർവീസ് റോഡാണ്. ദേശീയപാത ഇപ്പം വെള്ളക്കെട്ടിലായി അകപ്പെട്ടിരിക്കുകയാണ്. ഈ വെള്ളക്കെട്ട് വരാനുള്ള പ്രധാന കാരണമെന്ന് വെച്ചാൽ വെള്ളം ഒഴുകിപ്പോകാനുള്ള സ്ഥലം ഇവിടെ കാണുന്നില്ല. കാരണം ഓടയിൽ മണ്ണും സിമൻറ്റും എല്ലാം അടഞ്ഞിരിക്കുകയാണ്. അപ്പം വെള്ളം പോകാനുള്ള സ്ഥലം ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് ഇത്രയും വെള്ളക്കെട്ട് ഇവിടെ രൂപപ്പെട്ടത്. കാലവർഷമാകുമ്പോൾ എന്തുമായിരിക്കും അവസ്ഥയൊന്നും പറയാൻ പറ്റത്തില്ല. ഈ വേനൽ മഴയിൽ ഇത്രയും വെള്ളക്കെട്ടെങ്കിൽ ഇനി അങ്ങോട്ട് പോകുന്ന സാഹചര്യങ്ങൾ എങ്ങനെയാണെന്നും ഒന്നും അറിയാൻ പറ്റത്തില്ല. നിരവധി വാഹനങ്ങളാണ് ഈ വെള്ളക്കെട്ടിൽ അകപ്പെട്ടത്. കാരണം രാവിലെ നമ്മൾ കണ്ട കാഴ്ച ഇത് തന്നെയാണ്. രാവിലെ എണീറ്റപ്പോഴുള്ള അവസ്ഥകളാണിത്. നിരവധി കടകളും വീടുകളും എല്ലാം ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ സർവീസ് റോഡിൻ്റെ ഭാഗത്തായിട്ട്. ഈ ഹോട്ടലിലൊന്നും ഒരു കച്ചവടവുമില്ല. ഈ റോഡ് പണി തുടങ്ങിയതിന് ശേഷം ഒരു വണ്ടി പാർക്ക് ചെയ്യാനോ ഒന്നുമുള്ള ഒരു സൗകര്യവുമില്ല. കടകളിലൊന്നും ഒരുവിധ കച്ചവടങ്ങളും നടക്കുന്നില്ല. റോഡിൻ്റെ അവസ്ഥ വളരെ അധികം ശോചനീയാവസ്ഥയാണ്. ഈ വെള്ളം കണ്ടില്ലേ? ഞങ്ങൾ 3-4 കടക്കാരും വർക്ക്ഷോപ്പുകളും എല്ലാം ഉള്ളതാണ് ഇവിടെ. വളരെയധികം ഇന്ന് വെളുപ്പാങ്കാലത്ത് പോലെ തുടങ്ങി ഇന്ന് സ്കൂട്ടറുകാരൊക്കെ വന്ന് ഞാനാണ് തിരിച്ചവരെ വേറെ വഴി കൂടെയൊക്കെ വിട്ടത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ വെള്ളപ്പൊക്കം. അശാസ്ത്രീയമായ പണിയെടുപ്പാണ് ഇതിനെല്ലാം പ്രധാന കാരണം ഇത് ഉയർച്ചയുള്ള സ്ഥലത്ത് താഴ്ചയുള്ള സ്ഥലത്ത് ഉയർച്ച ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇത് വെറും ഒരു തുടക്കം മാത്രമാണ്. മഴ തുടങ്ങിക്കഴിഞ്ഞാൽ യാതൊരു രക്ഷയും ഉണ്ടാകത്തില്ല. ഇവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ അശാസ്ത്രീയപരമായ റോഡ് നിർമ്മാണമാണ് ഇതിനൊക്കെ കാരണമെന്ന് വേണമെങ്കിൽ പറയാം. റോഡിൻ്റെ വികസനം അനിവാര്യമാണ്. സുരക്ഷിതയും യാത്രയും വേഗതയും ഒക്കെ അതിലൂടെ ലഭിക്കും. എന്നാൽ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ, ജനങ്ങൾക്ക് നൽകേണ്ട സഹായങ്ങളും മറക്കാൻ പാടില്ല. ഭാവിയിലേക്കുള്ള പാതയാണോ അതോ ബുദ്ധിമുട്ടുകളിലേക്കുള്ള യാത്രയാണോ നമുക്ക് കണ്ടു തന്നെ അറിയാം. കൊല്ലം ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായി മാറിയ കൊട്ടിയത്തിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയൊരു മാറ്റമാണ്. എങ്കിലും ആ മാറ്റത്തിന് മുമ്പിൽ നിൽക്കുന്നു ചില പ്രതിസന്ധികളും. റോഡ് വീതി കൂട്ടൽ, ഡ്രെയിനേജ് സിസ്റ്റം പുനർനിർമ്മാണം, പുതിയ പാലങ്ങൾ എല്ലാം വികസനത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ നാട്ടുകാരുടെ ജീവിതത്തിൽ ഇതിൻ്റെ ഫലം എന്താണ്? നേരത്തെ 2 മിനിറ്റിൽ എത്താം എന്നിടത്തിപ്പോൾ 10 മിനിറ്റ് വേണ്ടിവരുന്നു. പാത വികസനം അനിവാര്യം തന്നെയാണ്. പക്ഷേ അതിനോടൊപ്പം നാട്ടുകാരുടെ സുരക്ഷയും സൗകര്യങ്ങളും സർക്കാർ ഉറപ്പാക്കണമല്ലോ. വികസനം ഇതൊരു നല്ല നാളേക്കുള്ള പ്രതീക്ഷയോടുള്ള കാത്തിരിപ്പാണ്. പക്ഷേ ആ പ്രതീക്ഷ ജീവിക്കുന്നവരുടെ ക്ഷമയുടെ തിരയിലൂടെയാണ് കടന്നു പോകുന്നത്. വികസന പാതയിലെ ഓരോ നീക്കം പോലും ഓരോ ജീവിതത്തിലേക്കാണ് കടക്കുന്നത്.
വികസനം അനിവാര്യമാണെങ്കിലും അതിൻ്റെ പ്രാപ്തിയും സമയപരിധിയും ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്നു. ദേശീയപാത വികസന പ്രവർത്തനങ്ങൾ എത്രമാത്രം സുതാര്യമാകുമെന്ന് പ്രതീക്ഷയോടെ നമുക്ക് കണ്ടു തന്നെയാണ്. എന്തായാലും തന്നെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കൊട്ടിയം പുതിയ വഴികൾ തേടുമ്പോൾ പഴയ വഴികളും ഓർമ്മകളും നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുകയാണ്.